ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാം വെളിപ്പാട് പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം മുതലാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും. വെളിപ്പാട് പുസ്തകം വാസ്തവത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ വിശദമാക്കുന്നത്. വരാനിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം അലങ്കാര ഭാഷയിലാണ് പറഞ്ഞിരിക്കുന്നത്, ദർശനങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ ദർശനങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. വെളിപ്പാടാണ്. ദൈവത്തിൻ്റെ റെവലേഷനാണ്. ദൈവം റിവീൽ ചെയ്യുകയാണ്, ദൈവം എല്ലാം വെളിപ്പെടുത്തുകയാണ്. എല്ലാം ദൈവം വെളിപ്പെടുത്തി തരുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പെടുത്തി കൊടുത്തത് എന്തിനാണ്? അന്ന് AD 95-96 കാലയളവുകളിൽ ക്രിസ്തീയ സഭ ഏറ്റവും വലിയ യാതനയേറ്റ സമയമായിരുന്നു, ഏറ്റവും വലിയ ദുരിതമേറ്റ സമയമായിരുന്നു. AD 90-ാം ആണ്ട് മുതൽ വന്നാൽ പിന്നീട് ദുരിതങ്ങളുടെ കാലമായിരുന്നു. ആദ്യകാലം അങ്ങനെ തന്നെയാണ്. എന്നാൽ ഈ AD 90, 93, 94, 95, 96 മുതലായ കാലങ്ങൾ ഏറ്റവും വലിയ ദുരിതം അനുഭവിച്ച കാലമായിരുന്നു. അന്ന് ഈ ദുരിതം അനുഭവിക്കുന്ന ക്രിസ്തീയ സമൂഹത്തിന് ആശ്വാസത്തിനൊരു കാലമുണ്ട് എന്നും അവർക്ക് ഒരു വീണ്ടെടുപ്പിൻ്റെ കാലമുണ്ട് എന്നും അവർക്ക് സമാധാനം നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നുവെന്നും അവരെ അറിയിക്കാൻ യോഹന്നാൻ ശ്ലീഹായ്ക്ക് ചില വെളിപ്പാടുകൾ കൊടുത്തു, ചില റെവലേഷൻസ് കൊടുത്തു. ആ വെളിപ്പാടുകളാണ് നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് കാണാൻ കിട്ടുന്നത്. അതുകൊണ്ട് ഈ പുസ്തകം വളരെയേറെ പ്രാധാന്യമുള്ള പുസ്തകമാണ്. ഇത് വായിക്കുന്നവരും വായിച്ച് കേൾപ്പിക്കുന്നവരും ഭാഗ്യവാന്മാർ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വായിക്കുന്നവരും ഭാഗ്യവാന്മാർ, വായിച്ച് കേൾപ്പിക്കുന്നവരും ഭാഗ്യവാന്മാർ. അതുകൊണ്ട് ഈ വെളിപ്പാട് പുസ്തകം നാം തള്ളിക്കളയേണ്ടതല്ല, മാറ്റിവെക്കേണ്ടതല്ല. പലതും നമുക്ക് മനസ്സിലായില്ല എന്ന് വരും, സാരമില്ല. മനസ്സിലായില്ലെങ്കിലും നമുക്ക് അത് വായിച്ചു വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് കർത്താവ് തരും. ആവശ്യമുള്ളത് നമുക്ക് നമ്മുടെ ജ്ഞാനത്തിന് മതിയായത് കർത്താവ് തരും. ഒരുപക്ഷേ എല്ലാം നമ്മുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരികയില്ല. ഞാൻ വെളിപ്പാട് പുസ്തകം പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഞാൻ പഠിച്ചിട്ടുണ്ട്, ധാരാളം പഠിച്ചിട്ടുണ്ട്. ഞാൻ ചെറുപ്പകാലം മുതൽ തന്നെ 17-ാമത്തെ വയസ്സിൽ മാനസാന്തരയുടെ കാലം മുതൽ തന്നെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു വെളിപ്പാട് പുസ്തകം. എന്തുകൊണ്ടോ എനിക്കറിഞ്ഞുകൂടാ, അത് പഠിക്കാൻ താല്പര്യം വന്നു. അതുകൊണ്ട് കിട്ടാവുന്ന പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചു, അതൊക്കെ വായിച്ചു, പലതും പഠിച്ചെങ്കിലും ഇന്നും എനിക്ക് മനസ്സിലാകാത്ത അനേക കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം അറിയാൻ വയ്യല്ലോ എന്ന് ഓർക്കുമ്പോൾ കർത്താവ് എനിക്ക് ഭാഗ്യവശാൽ എനിക്ക് തന്നിരിക്കുന്ന ചിന്ത ഇതാണ്: ഇപ്പോൾ എനിക്കറിയാനുള്ളതായ അത് ഉൾക്കൊള്ളാനുള്ളതായ ബുദ്ധി എനിക്കില്ല, അത് ഉൾക്കൊള്ളാനുള്ളതായ ആ ഒരു കഴിവെനിക്കില്ല. വേണ്ട, കർത്താവിൻ്റെ സമയത്ത് എനിക്ക് വെളിപ്പെടുത്തി തന്നുകൊള്ളും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ്സുകൾ ഒരു പരിപൂർണമായിട്ടും എല്ലാം വ്യാഖ്യാനിച്ച് തരുന്ന ക്ലാസ്സായിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട, എല്ലാം നിങ്ങൾക്ക് വെളിവാക്കി തരുന്നൊരു ക്ലാസ്സാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നമ്മുടെ ഈ ബൈബിൾ ക്ലാസ്സിൽ വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചുള്ളതായി ബൈബിൾ ക്ലാസ് തീർച്ചയായിട്ടും പ്രയോജനപ്രദമാണ്. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നു. അത് കേവലം ഒരു ഭാവികാല സംബന്ധിയായ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയുള്ള ഒരു പഠിത്തമല്ല. നമുക്കെന്താണ് കിട്ടാൻ പോകുന്നത്, നമ്മുടെ ഭാവി എന്താണ്, മനുഷ്യൻ്റെ ഭാവി എന്താണ്, മനുഷ്യൻ എങ്ങോട്ട് നീങ്ങുന്നു, ഒരു നിത്യതയുണ്ട്. അതാണ്, ഒരു നിത്യതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ നിത്യതയിലേക്ക് നീങ്ങുന്ന മനുഷ്യന് കൂടിയേ കഴിയുമെന്ന് നിർബന്ധമുള്ള ആവശ്യമായ കാര്യങ്ങൾ കർത്താവ് ഈ പുസ്തകത്തിൽ കൂടി തരുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ഈ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോഴും ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണം: കർത്താവേ, എനിക്ക് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നീ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ 6-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അത് ചിലതൊന്നും ചിന്തിച്ചതാണ്. 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് 1-2 വാക്യങ്ങൾ ആദ്യം വായിച്ച് കേൾക്കാം. കുഞ്ഞാട് മുദ്രകളിലൊന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിലൊന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അവിടെ നമുക്ക് തോന്നും ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണെന്ന് തോന്നാം. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു എന്ന് പറയുന്നിടത്ത് ശ്രദ്ധിച്ചാൽ കാണാം, അതിന്മേൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, അവന് ഒരു കിരീടവും ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. വെള്ളക്കുതിര വെണ്മയിലാണ്, ക്രിസ്തുവാണ് തോന്നും. പക്ഷേ അത് ക്രിസ്തുവല്ല, ആൻറ്റി ക്രൈസ്റ്റാണ്. ആൻറ്റി ക്രൈസ്റ്റ്, ഇതിനെക്കുറിച്ച് വിവിധമായ അഭിപ്രായങ്ങളുണ്ട്. അതെല്ലാം ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ആൻറ്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ എതിർ ക്രിസ്തു എന്ന് പറയുന്ന അന്ത്യക്രിസ്തുവാണ് ജയിക്കുന്നതിനായും ജയിപ്പാനായും പുറപ്പെട്ടത്. ഇന്നും മനുഷ്യരെ തോൽപ്പിച്ച് ജയമെടുക്കാൻ പിശാച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അന്ത്യക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ വ്യാപാരം, അവൻ്റെ പ്രവർത്തനം ഇന്നും വളരെ സജീവമാണ്. നമുക്ക് വായിക്കാം, പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കാം. പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. പ്രവാചകന്മാരുണ്ടായിരുന്നു. അന്നും
ആ 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു. കള്ളപ്രവാചകന്മാരും ദൈവത്തിനിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. നിങ്ങളുടെ ഇടയിൽ ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് നാശകരമായ മതഭേദങ്ങൾ, അഭിപ്രായ ഭേദങ്ങൾ. ആ മതം എന്ന് പറഞ്ഞാൽ ഈ റിലിജിയൻ എന്നുള്ള അർത്ഥത്തിലല്ല. മതം എന്ന് പറയുന്നത് അഭിപ്രായങ്ങൾ. നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. വിലയ്ക്ക് വാങ്ങിയ നാഥനായ കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളി പറഞ്ഞ് ശീഘ്രനാശം വരുത്തുവാൻ തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തുന്നവരാണ് അവർ. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. ദൈവത്തിൻ്റെ നാമത്തിൽ വരുന്നു, ദൈവത്തെ പോലെ കാണിക്കുന്നു, ക്രിസ്തുവിനെ പോലെ പ്രവർത്തിക്കുന്നു. അങ്ങനെ അതുകൊണ്ട് അവർ കള്ളക്രിസ്തുക്കളാണ്. അവർ ദൈവനാമത്തിൽ നിൽക്കുന്നുവെന്ന് നമുക്ക് തോന്നും. പക്ഷേ അവർ അനേകരെ വഴിതെറ്റിക്കും. അവരുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം ദുഷ്പ്രവൃത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ മൂലം സത്യമാർഗം ദുഷിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് കള്ളക്രിസ്തുക്കൾ, കള്ളപ്രവാചകന്മാർ, കള്ളക്രിസ്തുക്കൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ട് മുതലേ ഉണ്ട്. ഞാൻ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും വരും. ഈ അടുത്ത കാലത്തും ഞാൻ ക്രിസ്തുവാണെന്ന് പറയുന്ന ചിലരുണ്ട് ഈ ലോകത്തുണ്ട്. ഞാൻ ക്രിസ്തുവാണെന്ന്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നമ്മുടെ ടി വിയിലെ ഏതോ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, വചനത്തിനനുസൃതമായ ദർശനങ്ങളെ സ്വീകരിക്കാവൂ എന്ന്. നിങ്ങൾ കേട്ട് ഓർമ്മയുണ്ടായിരിക്കുമോ? ദർശനങ്ങൾ പലർക്കും ഉണ്ടായിന്ന് വരും, ദർശനം ഉണ്ടാകും. പക്ഷേ വചനാനുസൃതം അല്ലെങ്കിൽ ആ ദർശനങ്ങൾ സ്വീകരിക്കരുത്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ദർശനങ്ങൾ കാണാം, പലതും കണ്ടുവന്ന് വരും. ചിലത് പിശാച് തരുന്നതായിരിക്കും, ചിലത് ദൈവം തരുന്നതായിരിക്കും. എങ്ങനെ അറിയാം ദൈവം തരുന്നതാണോ എന്ന്? വചനത്തോട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നോക്കണം. വചനത്തോട് പൊരുത്തപ്പെടണം. തന്നെ ഉയർത്തുന്നതായ ഏതൊരു ദർശനവും അപകടമാണ്. തന്നെ ഉയർത്തി കാണിക്കുന്നതായ ദർശനങ്ങൾ അപകടമാണ്. തന്നെയല്ല, ദൈവത്തിൻ്റെ വചനത്തിൽ ചേരാത്തതായ ദർശനങ്ങളുണ്ട്. അങ്ങനെയുള്ള ദർശനങ്ങൾ, ഞാൻ ദർശനം കണ്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ദർശനങ്ങൾ അത് സ്വീകരിക്കുന്ന മൂലം നമുക്ക് അപകടം വരും. അതുകൊണ്ട് കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലത്തും, ഈ കാലത്തും ഉണ്ട്. അമേരിക്കയിൽ ഇതുപോലൊരു ഒരാൾ ദൈവമുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അമേരിക്കയിൽ വായിച്ചാൽ അറിയാം, അനേകം പേര് ഇതുപോലെയുള്ള ദോഷമായ വഴികളിലൂടെ തെറ്റി നടക്കുന്നവരുണ്ട്. ദൈവീക സത്യത്തിന് വിരുദ്ധമായ, ദൈവവചനത്തിന് വിരുദ്ധമായ യാതൊരു പ്രസ്ഥാനത്തെയും നാം സ്വീകരിക്കരുത്, നാം കൈക്കൊള്ളരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാം മഹത്വപ്പെടട്ടെ. പിന്നെ അടുത്ത വാക്യം. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. സുവിശേഷ വേല കൊണ്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളതായ ആ ഭയങ്കരമായ അപകടകരമായ കാര്യം അങ്ങനെയുള്ളവരിൽ കൂടി ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്താണ് ലക്ഷ്യം? സുവിശേഷത്തിൻ്റെ ലക്ഷ്യം എന്താണ്? സുവിശേഷം സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ. സൗജന്യമായി ലഭിച്ചതാണ്, സൗജന്യമായി കൊടുക്കണം. സൗജന്യമായി കൊടുക്കേണ്ടതാണ്. അതിന് പൈസ വാങ്ങാൻ പാടില്ല, അതിന് പൈസ വില പറയാൻ പാടില്ല. സുവിശേഷം വിലയ്ക്ക് വാങ്ങാനുള്ളതല്ല, വിലയ്ക്ക് വിൽക്കാനുള്ളതല്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുമോ പ്രിയപ്പെട്ടവരെ? ഇത് പറയുന്നത് മനസ്സിലാകുമോ? അതുകൊണ്ട് നല്ല ദൈവവേലയ്ക്ക് വേണ്ടി പൈസ പിരിക്കുന്നവരെ കുറിച്ചൊന്നും എനിക്കൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഞാനതിനെക്കുറിച്ച് അതിൽ കിടക്കുന്നില്ല. പക്ഷേ നമുക്ക് ഭാഗ്യവശാൽ ദൈവം ഒരു പ്രത്യേക സ്പെഷ്യൽ ഗ്രേസ് തന്നിരിക്കുകയാണ്. ഒരു കാരണവശാലും സുവിശേഷ വില ചെയ്ത് പൈസ ഉണ്ടാക്കുകയില്ല. വളരെ വ്യക്തമാണ്. നമുക്കതൊരു നമ്മുടെ ഒരു പ്രമാണമായിട്ട് കർത്താവ് നമുക്ക് ആദ്യം മുതൽ തന്നിരുന്നു. ഭാഗ്യം. അതുകൊണ്ട് തന്നെ അതേ ഒരു നിഷ്ഠ നമുക്കുള്ളത് കൊണ്ട് തന്നെ നമ്മെ പലരും തെറ്റിദ്ധരിക്കുകയും നമ്മെ പലരും പുച്ഛിക്കുകയും ചെയ്യുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. സാരമില്ല. എന്നാൽ ദൈവത്തിൻ്റെ വേലക്കാർ നിങ്ങളെ വാണിഭമാക്കും, നിങ്ങളെ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. ദൈവത്തിന് സ്തോത്രം. കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും, നിങ്ങളെ വിൽപ്പന ചരക്കാക്കും എന്ന് പറയുന്നു. അടുത്ത വാക്യം. അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. പൂർവ്വകാലം മുതൽ ന്യായവിധി അവർക്ക് താമസിയാതെ വരും. താമസിയാതെ ന്യായവിധി അവർക്ക് വരാൻ പോവുകയാണ്. പൂർവ്വകാലം മുതൽ ന്യായവിധി അവർക്ക് വരാൻ പോകുന്നു. ആദ്യകാലം മുതലേ ഇങ്ങനെയുള്ള ആളുകളുണ്ട്, അവർക്കുള്ള ന്യായവിധി വരാൻ പോകുന്നു. പിന്നെ അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. അവർ നാശം ഉറങ്ങുന്നില്ല, നാശം വന്നുകൊണ്ടേയിരിക്കുന്നു. അത് ഇപ്പോഴും സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നാശം വന്നുകൊണ്ടിരിക്കുന്നു. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിൻ്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവർ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിക്കുകയും സോദോം ഗോമോർ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വയ്ക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾ തോറും അധർമ്മപ്രവൃത്തി കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ
നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ളതായ കള്ളപ്രവാചകന്മാർ, കള്ളക്രിസ്തുക്കൾ അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ അനുകരിക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ടുവാൻ അപൂർവം പേർക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് നീതിപ്രസംഗിയായ ലോത്തും നോഹയും അവർ രക്ഷപ്പെട്ടു പോകുന്നു എന്നാണ്. അങ്ങനെയുള്ളതായ സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഓർത്തുകൊള്ളുക, എപ്പോഴും നാം തെറ്റായ വിപരീതമായ ഉപദേശങ്ങളിലേക്ക് നാം തിരിഞ്ഞു പോകരുത്. നമുക്കൊരു ലക്ഷ്യം മാത്രം, ഒരേ ഒരു ലക്ഷ്യം മാത്രം. ഇവിടെ നമ്മുടെ ശുശ്രൂഷയ്ക്ക് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ വേലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇതിൽ ഒരു വ്യക്തിക്ക് പ്രാധാന്യമില്ല, ഒരു വ്യക്തിയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ വചനം പറയാൻ ഒരുങ്ങുമ്പോൾ ഞാൻ ദൈവത്തോട് പറയാറുണ്ട്, കർത്താവേ, എന്നെ നീ നിൻ്റെ കുരിശിൻ്റെ പുറകിലേക്ക് മാറ്റി നിർത്തുക. കർത്താവേ, നീ വന്ന് നിൻ്റെ ജനത്തോട് സംസാരിക്കുക. ഞാനില്ല. വചനം പറയുന്നു, ഞാൻ പറയുന്നു, പക്ഷേ ഞാനില്ല. കർത്താവേ, നിൻ്റെ നാവ് സംസാരിക്കണമേ. നിൻ്റെ മക്കളോട് നീ ഇടപെടണമേ. കർത്താവേ, നിൻ്റെ മക്കളെക്കുറിച്ചുള്ള അതിൻ്റെ വാത്സല്യം നീ തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമേ. അങ്ങനെ യേശുക്രിസ്തുവിനെ ഉയർത്തുക എന്നുള്ളതല്ലാതെ വേറൊരു പരിപാടിയും ഒരിടത്തും സാധിച്ചു പോയത്. എന്നിലേക്ക് നിങ്ങൾക്കൊരു ആകർഷണം വന്നാൽ അത് എനിക്ക് ദോഷമാണ്. ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങളൊരാൾ എന്നെ ഒരു അതിമാനുഷ്യനായിട്ട് മറ്റോ കണ്ടുപോയാൽ എനിക്കാണ് അപകടം, എനിക്ക് ദോഷമാണ്. എന്നെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ പൂജിക്കുന്നത് പോലെയോ വ്യക്തിപരമായിട്ട് വളരെ ആദരിക്കുന്ന പോലെയൊക്കെ വന്നാൽ അതെനിക്ക് ദോഷമാണ്. നേരെ മറിച്ച് അതിനെയെല്ലാം ഞാൻ തടുത്തുകൊണ്ടിരിക്കേണ്ടതാണ്. ആർക്കെങ്കിലും എന്നോടൊരു താല്പര്യമോ ഒരു പ്രത്യേക ബഹുമാനമോ വന്നാൽ അതുപോലെ ഞാൻ തടുത്ത് കളയേണ്ടതാണ്. കാരണം അതിൽ കൂടിയെല്ലാം പിശാച് നുഴഞ്ഞു കയറേണ്ടവരുണ്ട്. അനേകം ദൈവമക്കൾ തകർന്നു പോയ രംഗമാണിത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടും സ്നേഹത്തോട് പറയുകയാണ്, ആരിലേക്കും നിങ്ങൾ ആകർഷിക്കപ്പെടരുത്, ആരിലും നിങ്ങൾ ചാരരുത്. ഞാനിത് തുറന്നു പറയുകയാണ്. എന്നിൽ നിങ്ങൾ ചാരരുത്, എന്നിൽ നിങ്ങൾ ആശ്രയിക്കരുത്. കാരണം ഞാനും ഒരു മനുഷ്യനാണോ എങ്കിൽ പാവമുണ്ട്. മനുഷ്യനാണോ പുറമേ ഭാവമൊന്നുമില്ലായിരിക്കാം, പക്ഷേ ഭാഗ്യവശാൽ പുറമേ ഭാവമൊന്നുമില്ല. പക്ഷേ എൻ്റെ ആളത്വത്തിൽ ഇപ്പോഴും മാനുഷികമായ പ്രവണതകളുണ്ട്. മാനുഷികമായ ചില എൻ്റെ സ്വയത്തിൻ്റെതായ പ്രവണതകളുണ്ട്. അതെല്ലാം മാറിക്കിട്ടി അത് മുഴുവനായിട്ട് മരിച്ചു കഴിഞ്ഞാലേ എനിക്ക് യേശുക്രിസ്തു എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥാനത്തെത്താൻ പറ്റുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഒരു മനുഷ്യനിലേക്ക് നമ്മൾ ശ്രദ്ധ പോകരുത്. ഈ വളരെ നല്ല വെളിച്ചത്തിൻ്റെ മാലാഖയെ പോലെ വരും, വെളിച്ചത്തിൻ്റെ ദൂതനായി വരും. പൗലോസിലേക്ക് എഴുതിയ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 11-ാം അധ്യായത്തിൽ പറയും, അവൻ വെളിച്ചത്തിൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ എന്ന്. വെളിച്ചത്ത് മാലാഖയുടെ വേഷത്തിൽ വരും, മാലാഖയുടെ രൂപത്തിൽ വരും. മാലാഖയുടെ രൂപത്തിൽ പിശാച് വരുമ്പോഴും നാം സൂക്ഷിച്ചു കൊള്ളണം. ഇത് പൈശാചികനാണ്, അവൻ എന്നെ തൊടാൻ ഇടവരരുത്, എനിക്ക് യാതൊരു കാര്യത്തിലും എനിക്ക് പ്രശംസ വരരുത്, എനിക്കൊരു ബഹുമതി കിട്ടരുത്. കർത്താവേ, ഇതിൽ നിന്നെല്ലാം ഞാൻ മാറി നിൽക്കുന്നു എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. സാധാരണ ഇത് പറയുമ്പോൾ പോലും ഭയപ്പെട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഇതെല്ലാം മാനുഷികമായി സെൽഫ് അല്ലെങ്കിൽ സ്വയം എന്ന് പറയുന്ന ആളുകളുടെ ബഹുമതിക്ക് വേണ്ടിയുള്ള ആഗ്രഹം, ആളുകളുടെ അംഗീകാരം കിട്ടുവാനുള്ള ആഗ്രഹം, അതെല്ലാം സ്വാഭാവികമാണ്. പക്ഷേ ആ ആഗ്രഹങ്ങളെല്ലാം മുഴുവൻ ക്രൂശിച്ചതിന് ശേഷമേ ദൈവത്തിൻ്റെ വചനം നാവിൽ വരുത്താൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം കിട്ടുകയില്ല. വചനം കിട്ടും, വാക്കുകൾ പറയും, വേദപുസ്തക വാക്കുകൾ പറയും, പക്ഷേ ആത്മാവിനെ തൊടുകയില്ല. ആത്മാവിനെ തൊടണമെങ്കിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇല്ലാതാകണം, ക്രിസ്തു എന്നിൽ കൂടി സംസാരിക്കാൻ സാധിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ നാം നിൽക്കുമ്പോൾ ഓർത്തുകൊള്ളണം, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളണം. അങ്ങനെയുള്ള വ്യാജമായ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായ ദർശനങ്ങളെയും പ്രവചനങ്ങളെയും എല്ലാം നാം സൂക്ഷിച്ചു കൊള്ളേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ജയിക്കുന്നതിനായും ജയിപ്പാനായും പുറപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് വെളിച്ചദൂതൻ്റെ വേഷത്തിൽ വരുന്ന അന്ത്യക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്തത് വായിക്കാം, 3-ാം വാക്യം. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിൻ്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. പ്രവചനം 7-ാം അധ്യായം 10-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെ ഒന്ന് വായിക്കൂ. 7-10 മുതൽ 13 വരെ. ഇതാ അത് വരുന്നു, നിന്റെ ആപത്ത് പുറപ്പെട്ടിരിക്കുന്നു, വടി പൂത്ത് അഹങ്കാരം തളർത്തിരിക്കുന്നു, സാഹസം ദുഷ്ടതയുടെ വടിയായിട്ട് വളർന്നിരിക്കുന്നു. അവരിലോ അവരുടെ കോലാഹലത്തിലോ അവരുടെ സമ്പത്തിലോ ഒന്നും ശേഷിക്കുകയില്ല, അവരെക്കുറിച്ച് വിലാപം ഉണ്ടാകുകയുമില്ല. 7-19. അവർ തങ്ങളുടെ വെള്ളി വീതികളിൽ എറിഞ്ഞുകളയും, പൊന്ന് അവർക്ക് മലമായി തോന്നും. അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപദിവസത്തിൽ അവരെ വിടുവിപ്പാൻ കഴിയുകയില്ല. ഒന്നിനും ഈ പുറമേ കാണുന്ന സമ്പത്തിനൊന്നും മനുഷ്യനെ വിടുവിക്കാൻ സാധിക്കുകയില്ല. പൊന്നിനും വെള്ളിക്കും അവൻ വിടുവിക്കാൻ സാധിക്കുകയില്ല. 7-ാം അധ്യായം 25-ാം വാക്യം വായിക്കൂ. നാശം വരുന്നു, അവർ സമാധാനം അന്വേഷിക്കും,
എന്നാൽ അത് ഇല്ലാതെ ഇരിക്കും. സമാധാനം അന്വേഷിക്കും, പക്ഷേ കണ്ടു കിട്ടുകയില്ല. മനുഷ്യൻ സമാധാനം അന്വേഷിച്ച് നടക്കും, പക്ഷേ കണ്ടു കിട്ടുകയില്ല. അവർ സമാധാനം അന്വേഷിക്കും, എന്നാൽ അത് ഇല്ലാതെ ഇരിക്കും. അതില്ലാതെ ഇരിക്കും. അപകടത്തിന്മേൽ അപകടവും ശ്രുതിമേൽ ശ്രുതിയും വന്നുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. വരാൻ പോകുന്ന കാര്യങ്ങൾ എസ്കേൽ കാണുകയാണ്. അപകടത്തിന്മേൽ അപകടങ്ങൾ വരുന്നു. മനുഷ്യൻ സുബോധമില്ലാത്തതിനെ പോലെ പൈശാചികൻ്റെ കണിയിൽപ്പെട്ട് കഴിയുമ്പോൾ, എതിർ ക്രിസ്തുവിൻ്റെ കണിയിൽപ്പെട്ട് കഴിയുമ്പോൾ അപകടത്തിന്മേൽ അപകടങ്ങൾ വരുന്നു. അവൻ രക്ഷപ്പെടാൻ പറ്റാത്തതുപോലെ കുരുക്കൽപ്പെട്ടു പോകുന്നു. പാപത്തിലും വഞ്ചനയിലും ചതിയിൽപ്പെട്ട് അവൻ നശിച്ചു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് ഇവിടെ കാണുന്നത്. അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. ചുവന്ന കുതിര അത് എതിർ ക്രിസ്തുവിൻ്റെ തനി നിറം വെളിപ്പെടുത്തുകയാണ്. ചുവന്ന കുതിര തനി നിറം വെളിപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞാൽ വിപ്ലവങ്ങൾ, അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, കൂട്ടത്തോടുള്ള കുരുതികൾ, അനേകം ഏറ്റവും ഹീനമായ പ്രവർത്തനങ്ങൾ. ഈ അന്ത്യക്രിസ്തുവിൻ്റെ ആത്മാവ് ഇന്ന് ലോകത്തെമ്പാടും രക്തച്ചൊരിച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഭീകരന്മാരുടെ ആക്രമണം എന്നാൽ ഇതെല്ലാം പത്രത്തിൽ ഈയിടെ കണ്ടല്ലോ. ഭീകരന്മാരുടെ ആക്രമണം, അതുപോലെ തന്നെ കൂട്ടക്കുരുതികൾ, കൂട്ടക്കൊലകൾ. പണ്ട് ഹിറ്റ്ലറുടെ കാലത്ത് 2 ലക്ഷത്തിലേറെയാണെന്ന് എനിക്ക് തോന്നുന്നു യഹൂദന്മാരെ കൊന്നുകളഞ്ഞു. റഷ്യൻ ഭരണാധികാരിയായ അന്നത്തെ ലെനിനും സ്റ്റാലിനൊക്കെ എതിരായിട്ട് തോന്നിയവരെയെല്ലാം നിശ്ശേഷം വധിച്ചു കളഞ്ഞു, കൂട്ടത്തോടെ കൊന്നു. ചൈനയിൽ എത്രയോ പേരെയാണ്, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെയാണ് കൊന്നത്. എന്നാൽ കാരണം രക്തച്ചൊരിച്ചിൽ എതിർക്രിസ്തുവിൻ്റെ പരിപാടിയാണ്. രക്തച്ചൊരിച്ചിൽ, ചുവന്ന കുതിര രക്തച്ചൊരിച്ചിലിനെ കാണിക്കുന്നു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിൻ്റെ പുറത്തിരിക്കുന്നവന് അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. വലിയ വാളോടുകൂടി ഭീകര പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ്. വടിവാളുകൾ. ഇപ്പോഴതെല്ലാം വടിവാൾ മാത്രമല്ലല്ലോ. മനുഷ്യൻ അറിയുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. കൊലവിളി നടത്തുകയാണ്, അറുംകൊല നടത്തുകയാണ്. ഇന്നതെല്ലാം നടപാടിക്കൊണ്ടിരിക്കുകയാണ്. നിരപരാധികൾ കൊല്ലപ്പെടുന്നു. പാവം കൊച്ചുകുട്ടികൾ പോലും കൊല്ലപ്പെടുന്നു. എന്തിന്? ഈ ചുവന്ന കുതിര പുറപ്പെടുന്ന എതിർക്രിസ്തുവിൻ്റെ വ്യാപാരം ഇപ്പോഴേ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അക്രമങ്ങൾ. ദൈവത്തിന് സ്തോത്രം. അന്യോന്യം വെട്ടിമരിക്കുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം പോയി പോകുന്ന ഒരു കാലം വരാൻ പോകുന്നു. ഒരു ജാതി മറ്റു ജാതിയുടെ നേരെ തിരിയും, ജാതിയോട് യുദ്ധം ചെയ്യും. ഒരു ജാതി മറ്റു ജാതിയുടെ തിരിയും. തന്നിൽ തന്നെ, ഒരേ ജാതിയിൽ തന്നെ യുദ്ധം ഉണ്ടാകും. ഇതെല്ലാം നടമാടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത് ക്രിസ്തീയ വിശ്വാസത്തിൽ നിൽക്കുന്നു പറയുന്നവർ പോലും പരസ്പരം വെട്ടുന്നു, പരസ്പരം കൊല്ലുന്നു, പരസ്പരം അടിക്കുന്നു, പരസ്പരം മർദ്ദനമുറകൾ സ്വീകരിക്കുന്നു. ഇത്ര ഭയാനകമായ അവസ്ഥയാണ്. എതിർ ക്രിസ്തുവിൻ്റെ വ്യാപാരം തുടങ്ങിയിരിക്കുകയാണ്. അവൻ രംഗത്ത് വന്നിട്ടില്ലെങ്കിലും അവൻ്റെ പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദേവാലയങ്ങളിൽ പോലും അക്രമം നടമാടുന്നു. ദേവാലയങ്ങളിൽ. ദൈവത്തിന് സ്തോത്രം. പേടി തോന്നുന്നു. കേൾക്കുമ്പോഴും പറയുമ്പോഴും പേടി തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയെല്ലാം മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ അന്ധത വന്നിട്ട് അനേകർ തമ്മിൽ തല്ലി നശിക്കുന്നു. എതിർ ക്രിസ്തുവിൻ്റെ പരിപാടിയാണത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ മലയാള സാഹിത്യത്തിൽ പണ്ട് ഒരു കവിത വായിച്ചു. ഞാൻ പറയാറുള്ളത് ഓർക്കുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ. മതത്തിൻ പേരും പറഞ്ഞ് അയ്യയ്യോ പടിഞ്ഞാറ് മനുഷ്യനെ കൊന്നൊടുക്കുമ്പോൾ ഭാരതത്തിലെ നീണ്ട താടിക്കാർ കാട്ടാളന്മാർ, പോരെങ്കിൽ പരിഷ്കാരശൂന്യന്മാർ കറമ്പന്മാർ, നേരിൻ്റെ നാടും തേടി സ്നേഹത്തിൻ പാട്ടും പാടി ചാരുവ ഐക്യത്തിൻ്റെ പൂന്തോപ്പിൽ ഊഞ്ഞാലാടി പീരങ്കിയാൽ പശ്ചിമ മലറാൻ ആശിച്ചപ്പോൾ ഭാരതം വരുന്നൊരു കൊച്ചോടക്കുഴലൂതി. കുരിശ് യുദ്ധങ്ങൾ മതത്തിൻ്റെ പേരിലാണ്. മതത്തിൻ്റെ പേരിലുള്ളതായ യുദ്ധങ്ങൾ, മതത്തിൻ്റെ പേരിലുള്ളതായ അക്രമങ്ങൾ, മതത്തിൻ്റെ പേരിലാണ് എല്ലാം നടക്കുന്നത്. എല്ലാം ദൈവത്തിൻ്റെ പേരിൽ നിന്ന് പറഞ്ഞാൽ നടക്കുന്നത്. പള്ളിക്ക് വേണ്ടിയാണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ മതത്തിന് വേണ്ടിയാണെന്നാണ് പറയുന്നത്. മതത്തിൻ്റെ പേരിൽ എന്ത് വലിയ ഘോരമായ ആക്രമണങ്ങൾ നടക്കുന്നത്. മതത്തിൻ പേരും പറഞ്ഞ അയ്യോ പടിഞ്ഞാറ് നാടുകളിലാണ് നടന്നത്. പക്ഷേ ഇപ്പോൾ കിഴക്കൻ നാടുകളിലുണ്ട്. അന്ന് കവി അത് എഴുതിയ കാലത്ത്, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയതാണ്. അദ്ദേഹം എഴുതിയ കാലത്ത് കിഴക്കൻ നാടുകളുടെ ഐക്യവും സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതഭൂമിയിൽ ഒരു സനാതനമായ സംസ്കാര ഭദ്രതയുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അതെല്ലാം ഇന്ന് എല്ലാം പോയല്ലോ. മതത്തിൻ്റെ പേരിലുള്ള അടികളല്ലേ നടക്കുന്നത്. മതത്തിൻ്റെ പേരിലല്ലേ ഇന്ന് ഭരണം പോലും നടക്കുന്നത്. മതത്തിൻ പേരും പറഞ്ഞ് അയ്യയ്യോ പടിഞ്ഞാറ് മനുഷ്യനെ കൊന്നൊടുക്കുമ്പോൾ ഭാരതത്തിലെ നീണ്ട താടിക്കാർ കാട്ടാളന്മാർ, പോരെങ്കിൽ പരിഷ്കാരശൂന്യന്മാർ കറമ്പന്മാർ, നേരിൻ്റെ നാടും തേടി സ്നേഹത്തിൻ പാട്ടും പാടി
ചാരുവ ഐക്യത്തിൻ്റെ പൂന്തോപ്പിൽ ഊഞ്ഞാലാടി. പീരങ്കിയാൽ പശ്ചിമം അലറാൻ ആശിച്ചപ്പോൾ ഭാരതം ഇരുന്നൊരു കൊച്ചോടക്കുഴലൂതി. അവിടെ കവി വർണ്ണിക്കുന്നത് പീരങ്കി കൊണ്ട് പടിഞ്ഞാറൻ നാടുകളിലെ യുദ്ധഭീതികൾ പീരങ്കി കൊണ്ട് അലറുന്നു, വലിയ യുദ്ധങ്ങൾ നടക്കുന്നു. അന്നും ഈ ഭാരതത്തിൽ ആകെ ഉണ്ടായിരുന്നത് ഓടക്കുഴലിൻ്റെ മന്ദിരമധുരമായ ഗാനനിർച്ചരി മാത്രം. അത് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ ഓടക്കുഴൽ കൊണ്ടുള്ളതായ ഗാനത്തെയാണ് കവിയുടെ പ്രകീർത്തിക്കുന്നത്. കിഴക്കൻ നാടുകളിൽ ഇവിടെ ഈ കിഴക്കൻ നാടുകളിൽ പൗരസ്ത്യ ദേശങ്ങളിൽ അന്ന് വഴക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് അത് പടിഞ്ഞാറ് നാടുകളിലെ പോലെയോ അതിൽ കൂടുതലോ ഇന്ന് കിഴക്കൻ നാടുകളിലായി കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാം ഇനി പഠിച്ചു വരുമ്പോൾ കാണാൻ പറ്റും, ഇപ്പോഴത്തെ ഇറാഖിൽ കൂടി ഒഴുകുന്നതായ യൂഫ്രട്ടീസ് നദി തടയുകയും ആ നദിയുടെ ഒഴുക്ക് നിലയ്ക്കുകയും ചെയ്തിട്ട് അവിടെ യൂഫ്രട്ടീസ് നദി കടന്ന് അപ്പുറത്തേക്ക് യുദ്ധത്തിന് പോകുവാൻ കിഴക്ക് നിന്നുള്ള, പ്രത്യേകിച്ചും ഇവിടെ ചൈന, ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ മുതലായ സ്ഥലങ്ങളിലുള്ളതായ സൈന്യത്തിന് പോകാൻ പെരുവഴി ഒരുങ്ങുമെന്ന് വേദവസം പറയുകയാണ്. നമുക്കിപ്പോൾ മനസ്സിലാകുകയില്ല. പക്ഷേ ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ ഒരു വലിയ യുദ്ധത്തിൽ, ഇറാൻ ഇറാഖ് യുദ്ധത്തിലാണ് അന്ന് സംഭവിച്ചത്. യൂഫ്രട്ടീസ് നദി തടയുകയുണ്ടായി, വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറയ്ക്കുകയുണ്ടായി. അത് ഈ അടുത്ത കാലത്തുണ്ടായ യുദ്ധത്തിലാണ് അത് ഉണ്ടായത്. പക്ഷേ ആ സംഭവം അത് വരാനിരിക്കുന്ന വലിയൊരു ജലദൗർലഭ്യത്തിൻ്റെ കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, ഞാനന്ന് ആ സംഭവം പത്രത്തിൽ വായിച്ചപ്പോൾ യൂഫ്രട്ടീസ് നദി അത് തടഞ്ഞ് അതിലെ വെള്ളം ഒഴുകുന്നത് തടഞ്ഞു വെച്ചപ്പോൾ, അതിൽ ടർക്കി അത് തടഞ്ഞപ്പോൾ ഇറാഖിന് വെള്ളമില്ലാതെ വരികയും വിഷമിക്കുകയും ചെയ്ത കാര്യമെല്ലാം വായിച്ചപ്പോൾ ഞാൻ ഓർത്തു, അതാ കാര്യം വേദപുസ്തകത്തിൽ എത്രയോ മുമ്പേ തന്നെ പറഞ്ഞിരിക്കുന്നു. ഇനി അത് പൂർണ്ണമായും ആ യൂഫ്രട്ടീസ് നദി തടഞ്ഞ് വെള്ളം ഒഴുക്ക് നിർക്കുകയും ഇവിടെ നിന്ന് ഈ കിഴക്ക് നിന്ന് സൈന്യത്തിന് കടന്നു പോകാനുള്ള പാത ഒരുങ്ങുകയും ചെയ്യുമെന്ന്. വലിയൊരു പാത ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ഏഷ്യയിൽ നിന്ന് യൂറോപ്പിൻ്റെ അതിർത്തി വരെയും ഉള്ളതായൊരു പാത ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ചരിത്ര സംഭവങ്ങൾ കാണിച്ചു തരുന്നതായ കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ യുദ്ധത്തിൻ്റെ ഗതികളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ചുവന്ന കുതിര. അടുത്തത് വായിക്കാം. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് 1 ഇടങ്ങഴി കോതമ്പ്, 1 പണത്തിന് 3 ഇടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് 4 ജീവികളുടെ നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അടുത്ത ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് ചിന്തിച്ചിട്ട് കടന്നു പോകാൻ, ഒന്നുകൂടി ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നതുകൊണ്ട് നിവർന്ന് തലവെക്കുകയും, കാലം തീരാൻ പോവുകയാണ്, കാലം അവസാനിക്കാൻ പോവുകയാണ്. എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത് അറിഞ്ഞുകൂടാ. എന്തെല്ലാമാണ് സംഭവിക്കുന്നതെന്ന്. 7500 കിലോമീറ്റർ വലിപ്പമുള്ള ഒരു വലിയ ഛിന്നഗ്രഹം ഇപ്പോൾ ബഹിരാകാശത്തു കൂടി ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന്. 7500 കിലോമീറ്റർ ദൂരം വരുന്ന അങ്ങനത്തെ ഒരു ഛിന്നഗ്രഹം, അത് ഒരു നക്ഷത്രം, അത് അടർന്ന് പോന്നാൽ ഇപ്പോൾ ബഹിരാകാശത്തിൽ കൂടി, നമ്മുടെ ഈ ഭൂമിയിലുള്ള നാം കാണുന്ന ആകാശത്തിൽ കൂടിയല്ല, ബഹിരാകാശത്തിൽ കൂടി അത് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്, അത് വന്നാൽ പിന്നെ ഭൂമിയില്ല. ഭൂമിയിലൊന്ന് ഇടിച്ചാൽ പിന്നെ ഭൂമിയില്ല. നോക്കൂ, ഇതെല്ലാം അക്ഷരീയമായി നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധ ഞാൻ തിരിക്കുന്നതിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ അടുത്ത് വരാറായി എന്ന് നാം ഓർത്ത് നിവർന്ന് തലവെക്കുകയും, നമ്മുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നതുകൊണ്ട് നിവർന്ന് തലവെക്കുകയും, ദൈവത്തിന് വിശ്വാസത്തിൽ നാം ഉറച്ചു നിൽക്കുക, ധൈര്യശാലികളായി നിൽക്കുക, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നിൽക്കുക. കർത്താവേ, എന്ത് സംഭവിച്ചാലും, എന്തെല്ലാം മാറ്റം മറിച്ചുകൾ വന്നാലും, നാഥ, നീ എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്ന രാജ്യം, അത് നീ എനിക്ക് തന്നിരിക്കുന്നതായ സൗജന്യ ദാനമാണ്. ഞാൻ നേടിയെടുത്തതല്ല, നീ എനിക്ക് ദാനമായി തന്നതാണ്. ആ മഹത്വമേറിയ രാജ്യത്തിലേക്ക് വരാൻ എന്നെ നീ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കണമേ എന്ന്. അതായിരിക്കും നമ്മുടെ പ്രാർത്ഥന. കർത്താവേ, എന്നെ നീ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കണമേ. എൻ്റെ സ്വഭാവം നീ മാറ്റിക്കൊണ്ടിരിക്കണമേ. എൻ്റെ പ്രകൃതി നീ മാറ്റിക്കൊണ്ടിരിക്കണമേ. എൻ്റെ നാച്ചുറലായിട്ടുള്ള, എൻ്റെ സ്വാഭാവികമായിട്ടുള്ളതായ എൻ്റെ സ്വഭാവം, എൻ്റെ പ്രകൃതി നീ മാറ്റി കർത്താവേ, എന്നെ നീ ഒരു വിശുദ്ധനാക്കി മാറ്റണമേ. നിൻ്റെ വരവിനെ ത്വരിതപ്പെടുത്തുന്ന, നിൻ്റെ വരവിനെ വേഗതയിലാക്കുന്ന ഒരു വിശുദ്ധനാക്കി എന്നെ രൂപാന്തരപ്പെടുത്തണമേ. ഇതായിരിക്കും നമ്മുടെ പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ
ഇന്ന് അവിടുത്തെ പാതവിടുത്തെങ്കിലേക്ക് അടുത്ത് വരെ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. അപ്പോൾ ഈ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ വ്യക്തമായി തീരുമാനമെടുത്ത് ക്രിസ്തുവിലുള്ള വിശ്വാസം അർപ്പിച്ചവർക്ക് കർത്താവിൻ്റെ മുദ്ര നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരം ശേഷി വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ കാവൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരക്തത്താൽ വലയം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രാജ്യത്തിന് വേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരയിൽ പറന്നു വരാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.